നമസ്കാരം. മലയാളനാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ദുരവസ്ഥ എന്ന കവിതയിലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട കുമാരനാശാനും കേരളീയ നവോത്ഥാനവും എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുന്നതാണ് ചർച്ച ചെയ്യുന്നത്. കുമാരനാശാനും കേരളീയ നവോത്ഥാനവും. മാന്യ സദസ്സിന് വന്ദനം. പ്രിയരെ, കുമാരനാശാന്റെ 100ാം ചരമവാർഷികത്തിൽ കുമാരനാശാനും കേരളീയ നവോത്ഥാനവും എന്ന വിഷയത്തിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മഹത്വവും എന്തായിരുന്നു എന്നറിയണമെങ്കിൽ അന്നത്തെ സാമൂഹിക സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. ഈ വൈവിധ്യങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക ആദർശം തന്നെയാണ്. വ്യത്യസ്തമായ മതങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ തുടങ്ങിയവ ഒന്നുചേരുന്ന ഇന്ത്യയുടെ മഹത്വം ഇന്ത്യയുടെ തനത് സമ്പത്ത് തന്നെയാണ്. എന്നാൽ ഇവ ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങളെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ ഉള്ളവയായിരുന്നില്ല. ജാതീയമായി വേർതിരിവുകൾ നിലനിന്നിരുന്ന സവർണരെന്നും അവർണരെന്നും ആളുകളെ 2 തട്ടുകളായിട്ട് വിഭജിച്ചിരുന്ന ഇരുണ്ട ഒരു കാലഘട്ടവും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നു. ചാതുർവർണ്ണയവും ജാതിഭേദ ചിന്തയും കേരളത്തിൻ്റെ പുരോഗതിയെ ഏറെക്കാലം തടഞ്ഞുവെച്ചു എന്നു തന്നെ പറയാം. മഹാപീഡനത്തിൻ്റെ തടവറയിലായിരുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെ മനുഷ്യരായിപ്പോലും അന്നത്തെ വരേണ്യവർഗം പരിഗണിച്ചിരുന്നില്ല. വിദ്യാഭ്യാസവും സഞ്ചാര സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും എന്തിന് വയറു നിറച്ച് ആഹാരം കഴിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് ലഭിച്ചിരുന്നില്ല. അവർണരുടെ അധ്വാന ഫലം കൊണ്ട് വയറു നിറച്ചിരുന്ന മേലാളർ ഇവരെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും സാമൂഹ്യ സാഹചര്യങ്ങൾ അധപ്പതിച്ചപ്പോൾ ഒരു നവോത്ഥാനം, ഒരു പുതിയ തുടക്കം, ഒരു ഉണർവ് സമൂഹത്തിന് വേണ്ടിയിരുന്നു. നവോത്ഥാനത്തിൻ്റെ ആദ്യ അലകൾ മുഴങ്ങിയത് യൂറോപ്പിലാണെങ്കിലും പിന്നീട് അത് നമ്മുടെ ഇന്ത്യയിലേക്കും കൊച്ചു കേരളത്തിലേക്കും വ്യാപിച്ചു. സാഹിത്യകൃതികളാണ് ഇതിന് വഴിവെച്ചത്. സ്വാമി വിവേകാനന്ദനെയും രവീന്ദ്രനാഥ ടാഗോറിനെയും പോലുള്ള ആളുകൾ ഇന്ത്യൻ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ചു. ശ്രീനാരായണ ഗുരുവും കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളും ആശാൻ പോലുള്ള മനുഷ്യസ്നേഹികളായ കവികളും ഈ അന്ധവിശ്വാസത്തെയും ദുരാചാരത്തെയും തുടച്ചുമാറ്റാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഇത് മലയാളക്കരയുടെ ഭാഗ്യമായി നമുക്ക് വിലയിരുത്താം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ഇത്തരത്തിലുള്ള ജാതിക്കോമരങ്ങളോട് ഒരു പൂവിൻ്റെ ജീവിതത്തെ ഉദാഹരണമായി കാണിച്ചുകൊണ്ട് മനുഷ്യജീവിതം നിസ്സാരമാണെന്നും നമ്മുടെ അഹങ്കാരത്തിന് കഴമ്പില്ലെന്നും ഐശ്വര്യം ഒരിക്കലും ഭൂമിയിൽ സ്ഥിരമല്ലെന്നും പറഞ്ഞുകൊണ്ട് ചട്ടങ്ങളെ മാറ്റുവാൻ ആഹ്വാനം ചെയ്തു. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചു. സാമൂഹിക പരിഷ്കരണങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടി. ഇത് പ്രധാനമായും 3 തലങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു പ്രസരിപ്പിക്കപ്പെട്ടത്. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, സാമുദായിക സ്വാതന്ത്ര്യം എന്നിവയിൽ നിന്നും ആ സമരാവേശത്തിൻ്റെ ഊർജ സ്രോതസ്സുകൾ കേരളം കണ്ടെത്തി. ജാതി കോമരങ്ങൾക്കെതിരെ പോരാടാൻ കുമാരനാശാൻ തെരഞ്ഞെടുത്ത മാധ്യമം ജനകീയമായ കവിത തന്നെയായിരുന്നു. കവിതകളിലൂടെ അദ്ദേഹം ജാതി സമ്പ്രദായത്തെ കഠിനമായി വിമർശിച്ചു. വീണപൂവും ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും കരുണയുമെല്ലാം ആ നവോത്ഥാന പാത പിന്തുടർന്നവ തന്നെ. SNDP എന്ന സംഘടനയും വിവേകോദയം പത്രവും അദ്ദേഹത്തെ ഇതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ധീരമായ ചുവടുവെപ്പുകളിലൂടെയാണ് കേരളത്തിൽ നവോത്ഥാനം സാധ്യമായത്. മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാത്ത ആ ഇരുണ്ട യുഗത്തിലേക്ക് കേരളം ഇനി തിരിച്ചുപോയിക്കൂടാ. അതിന് നമുക്കോരോരുത്തർക്കും വിദ്യ കൊണ്ട് പ്രബുദ്ധരായിട്ട് മാറാം. നവോത്ഥാനം എന്നും ഓരോരുത്തരുടെയും മനസ്സിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.